എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാതരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാതരം എന്ന് പറഞ്ഞാൽ തുണി എന്നാണ് അർത്ഥം. വരാഹം എന്നാലോ പന്നി എന്നാണ് അർത്ഥം. വരാഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പന്നി എന്നാണ്. വാതരം എന്ന് പറഞ്ഞാലോ തുണി എന്നാണ്. അതുപോലെ തന്നെ മുൻപുള്ള ഒരു ചോദ്യമാണ്, നിന്ദ എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? നിന്ദ, സ്തുതി, നിന്ദിക്കുക, സ്തുതിക്കുക, നിന്ദിക്കുക, സ്തുതിക്കുക. അടുത്ത വാക്ക് നോക്കുക, സന്യാസി, സർവവും നസിച്ചവനാണ് സന്യാസി. ഗുഹ എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ ദരി, ബിലം, ഗഹുരം, കുഹരം. ഗുഹ എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് ദരി, ബിലം, ഗഹുരം, കുഹരം എന്നുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് ഗായകൻ, ഗായിക. ഗായകൻ എന്ന വാക്ക് ശബ്ദ താരാവലിയിൽ, ഗായകം എന്ന വാക്ക് ശബ്ദ താരാവലിയിൽ വരുന്നത് ഗായകൻ, ഓപ്പോസിറ്റ് വരുന്നത് ഗായകി എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ ഗായിക എന്നാണ് പറയുന്നത്. ഇപ്പോഴും PSCയുടെ കാര്യത്തിൽ സംശയമുള്ള ഒന്നാണ് ഗായകനും ഗായികയും. അപ്പോൾ ശബ്ദധാരാവലിയിൽ ഗായകി എന്നാണ്, അതുകൂടെ പ്രത്യേകം ഓർത്തു വയ്ക്കുക. എതിർലിംഗമാണ്. നിരൂപകൻ എന്ന വാക്കിന്റെ എതിർലിംഗമാണ് നിരൂപിക. നിരൂപകൻ എന്ന വാക്കിന്റെ എതിർലിംഗം നിരൂപിക. വിഷണ്ണൻ, വിഷാദമുള്ളവൻ ആരോ അവനെ വിളിക്കുന്ന പേരാണ് വിഷണ്ണൻ, വിഷാദമുള്ളവൻ.